ശ്രീനഗറിലെ ബാരാമുള്ള മിലിറ്ററി ക്യാമ്പ്. പ്രകൃതിയെപ്പോലും വിസ്മൃതിയിലാക്കിക്കൊണ്ട് തൂമഞ്ഞ് ചിതറിക്കിടക്കുന്ന പാതകൾ, സർവവൃക്ഷ ലതാദികളും കോടാനുകോടി അപ്പൂപ്പൻ താടുകൾ നിറഞ്ഞതുപോലെ മഞ്ഞു പുതഞ്ഞിരിക്കുന്നു. മഞ്ഞുമൂടിയ വെൺമലകൾ, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന കുപ്പാര, ജനസഞ്ചയം ഒഴിഞ്ഞുപോയ വിജനവീഥിയിലൂടെ ശ്രീഹർഷനുമൊത്തുള്ള ട്രക്കിംഗ്. ഇടയ്ക്കിടെ കടന്നുപോകുന്ന മിലിറ്ററി വാഹനങ്ങൾ ഒഴിച്ചാൽ സർവം ശാന്തം. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചുള്ള യാത്രയാണ് ബാരാമുള്ളയിൽ നിന്നും കുപ്വാരയിലേക്ക്. അച്ഛൻ ക്യാമ്പിലേക്ക് പോയി കഴിയുമ്പോഴാണ് ശ്രീഹർഷൻ വരുന്നത്. അവന് കൂട്ടായി അവൻ്റെ പ്രണയിനിയെ കാണാൻ താൻ കൂട്ടുചെല്ലണം. ശ്രീഹർഷൻ്റെ അച്ഛൻ രാജകൃഷ്ണക്കുറുപ്പും തൻ്റെ അച്ഛനും ഒരേ ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത്. ബാരാമുള്ളയിലുള്ള മിലിറ്ററി ക്വാർട്ടേഴ്സിൽ നിന്ന് വെറുതെ ആർക്കും പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. സർവ്വനേരവും അപകടം പതിയിരിക്കുന്ന മേഖലകളാണ് അവിടമെല്ലാം. എന്നിട്ടും ശ്രീഹർഷൻ അത്രയും റിസ്ക് എടുത്ത് വരുന്നത് ആ പെൺകുട്ടിയെ യാത്രയ്ക്ക് ജീവനായതുകൊണ്ടായിരുന്നു. വിജയകൃഷ്ണന്റെ കൺമുമ്പിലൂടെ ഒരു തവണ കൂടി ആ കാലങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. മനസ്സിൽ ഓരോ സീനുകൾ തിരശീലയിൽ തെളിയും പോലെ ഒന്നിനു പിന്നാലെ ഒന്നായി തെളിഞ്ഞു വരികയാണ്. അച്ഛാ, നവമിയുടെ വിളിയാണ് തന്നിൽ നിന്നും വഴുതി മാറി തുടങ്ങിയ അയാളുടെ മനസ്സിനെ പെട്ടെന്ന് കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയത്. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വിജയകൃഷ്ണൻ പതറിപ്പോയി. തൻ്റെ വിശ്വാസങ്ങളുടെ കടയ്ക്കൽ രണ്ടാം തവണയാണ് വെട്ടേറ്റിട്ടുള്ളതെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങുന്നതേയുള്ളൂ. വെറുതെ അവളെ കബളിപ്പിക്കാനായി താനെന്തോ പറഞ്ഞു പോയതാണെന്ന് തൻ്റെ നാവിൽ നിന്ന് കേൾക്കണം അവൾക്ക്. ആ നോട്ടമാണ് അവൾ നോക്കുന്നത്. വിജയകൃഷ്ണൻ മുമ്പോട്ട് വന്ന് ഇരുകൈകൾ കൊണ്ടും അവളുടെ മുഖം കോരി പിടിച്ചു. നിന്നോടച്ഛൻ ജീവിതത്തിൽ ഒരൊറ്റ കള്ളമേ പറഞ്ഞിട്ടുള്ള മോളെ, നീ എൻ്റെ മകളാണെന്ന കള്ളം. ഒരു പക്ഷേ നിന്നെ പോലൊരു പെൺകുട്ടിയോട് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത കള്ളം. ഞാൻ നിന്റെ അച്ഛനല്ലെന്ന സത്യം അറിയാവുന്നതിനാലാണ് അന്നാ ടീച്ചർ ആദ്യം നിന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി വന്നപ്പോൾ ഞാൻ അവരോട് കൈയൊഴിഞ്ഞത്. പക്ഷേ ഇനിയുള്ള കാലം നീ അവിടെ സുരക്ഷിതയായിരിക്കില്ലെന്ന അറിവിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. മറ്റൊന്നും ആലോചിക്കാതെയാണ് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 20 വർഷം നിന്റെ ജീവിതം കാണാമറയെ തുളിപ്പിച്ച് ഞാൻ സംരക്ഷിച്ചു നിർത്തി. ആ മുഖം മൂടി ഇനി ഞാൻ തന്നെ ചീന്തി മാറ്റാൻ സമയമായെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. എല്ലാ കാലവും എല്ലാം ഒളിപ്പിച്ചു വയ്ക്കാൻ ആരാലും കഴിയില്ലല്ലോ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീരാനോവിൻ്റെ ഈറൻ തുടിക്കുന്നത് അയാൾക്ക് കാണാമായിരുന്നു. അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചിരുന്ന അയാളുടെ കൈകൾ വിറച്ചു. ഞാൻ വിശ്വസിക്കില്ല, അച്ഛൻ എന്നെ കളിപ്പിക്കുക. വെറുതെ പോലും ഇങ്ങനൊന്നും പറയില്ല അച്ഛാ. അവളുടെ ഒച്ച ചിലമ്പി. അച്ഛൻ്റെ വാക്കുകളിൽ നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയോ മോളെ? അവളൊന്ന് നടുങ്ങിയെന്ന് അയാൾക്ക് തോന്നി. യാഥാർത്ഥ്യവുമായി നീ പൊരുത്തപ്പെടണം മോളെ. പൊരുത്തപ്പെട്ടേ മതിയാവൂ. കാരണം ഇത് നിന്റെ മുൻപോട്ടുള്ള ജീവിതമാണ്. അത് നോക്കി നീ പകച്ചു നിൽക്കാൻ പാടില്ല. നീ പകച്ചു നിന്നാൽ അതിൻ്റെ അർത്ഥം നീ തളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചതുകൊണ്ടോ ഒന്നും സത്യം സത്യമല്ലാതാകില്ല മോളെ. താൻ പറയുന്നത് എന്തൊക്കെയോ അവളുടെ മനസ്സ് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും അയാൾ വായിച്ചെടുത്തു. അവളുടെ മുഖം കോരി ഉയർത്തിപ്പിടിച്ചിരുന്ന കൈകൾ മാറ്റി അയാൾ അവളുടെ മുഖം സ്വതന്ത്രമാക്കി. പുറം കൈകൊണ്ട് ഇരു കണ്ണിലെയും കണ്ണീർ തുടച്ചിട്ട് അവൾ അല്പസമയം കണ്ണടച്ചു നിന്നു. എപ്പോഴോ അവളുടെ അച്ഛ എന്നുള്ള വിളി കേട്ട് അയാൾ നവമിയെ നോക്കി. 20 വർഷം അച്ഛ എന്ന് വിളിച്ചയാൾ എൻ്റെ അച്ഛനല്ലെന്ന് കേട്ട നിമിഷം ജീവിതം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചവളാണ് ഞാൻ. അവിടെ നിന്നുള്ള അതിജീവനമായിരുന്നു എനിക്ക് ഈ വീട്. ദൈവത്തെ പോലെ എൻ്റെ മുമ്പിൽ വന്ന അച്ഛൻ. ഈ വീട്ടിലെ അമ്മ എൻ്റെ ആരുമല്ലെന്ന് എനിക്കറിയാമായിരുന്നിട്ടും അതോർത്ത് ഞാൻ സങ്കടപ്പെടാതിരുന്നത് വൈകിയാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ തിരികെ കിട്ടിയല്ലോ എന്ന സന്തോഷത്താലാണ്. എന്നെ വീണ്ടും കബളിപ്പിക്കല്ലേ അച്ഛ. അവൾ വാക്കുകൾക്ക് വേണ്ടി പരതുകയാണെന്ന് വിജയകൃഷ്ണന് തോന്നി. നിന്റെ ഈ കണ്ണീര് കാണാൻ അച്ഛന് വയ്യ മോളെ. വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞത് കള്ളമാണെന്ന ഒറ്റ വാക്കിൽ എല്ലാം തീർക്കാൻ എനിക്ക് കഴിയും. അത് പക്ഷേ ഞാൻ പിന്നെയും നിന്നോട് ചെയ്യുന്ന വഞ്ചനയാവില്ലേ കുട്ടി? നവമി അതേ എന്നോ അല്ലെന്നോ അർത്ഥം വരാവുന്ന രീതിയിൽ തലയാട്ടി. എങ്കിൽ എനിക്കൊരു സത്യം അറിയണം. അച്ഛൻ അതറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അവൾ പാറ പോലെ ഉറച്ച മുഖത്തോടെ വിജയകൃഷ്ണനെ നോക്കി. താൻ പ്രതീക്ഷിച്ച ചോദ്യം അവളിൽ നിന്നും വരാൻ പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ഇവൾക്ക് മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ തനിക്ക് കഴിഞ്ഞേക്കില്ല. ആരാ എൻ്റെ അച്ഛൻ? അച്ഛൻ അറിയില്ലേ അങ്ങനെ ഒരാളെ? നവമി ചോദിച്ചു. വിജയകൃഷ്ണൻ എന്തോ ഓർത്തെടുക്കും മട്ടിൽ നിന്ന ശേഷം മെല്ലെ തല ചലിപ്പിച്ചു. എനിക്ക് കാണണം. 21 വർഷം ഞാൻ ഉപേക്ഷിക്കപ്പെടാനുണ്ടായ കാരണം എൻ്റെ അച്ഛൻ എന്ന മനുഷ്യൻ എനിക്ക് പറഞ്ഞു തരണം. പറയച്ച, ആരാണ് ആ മനുഷ്യൻ? ശ്രീഹർഷൻ നവമി പെറുപുറത്തു. ക്യാപ്റ്റൻ രാജകൃഷ്ണക്കുറുപ്പിൻ്റെയും ഇന്ദുമതിയുടെയും മകൻ. എനിക്ക് കാണണം, നവമി വാശി പിടിക്കും പോലെ പറഞ്ഞു. സാധ്യമല്ല. അവനെ കാണാനോ അച്ഛ എന്ന് വിളിക്കാനോ നിനക്കിനി കഴിയില്ല മോളെ. എന്തുകൊണ്ട്? എൻ്റെ അച്ഛനൊരു കുടുംബമുണ്ടെന്നതാണോ അച്ഛ അതിനുള്ള തടസ്സം? ഭാര്യയും മക്കളുമൊത്ത് സസുഖം വാഴുന്ന ആ മനുഷ്യനെ ഉപദ്രവിക്കരുതെന്ന് കരുതിയാണോ അച്ഛൻ സാധ്യമല്ലെന്ന് പറഞ്ഞത്?
അല്ല മോളെ, നിന്റെ അച്ഛൻ ഉയിരോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലിയ കുടുംബമുള്ളവനായിരുന്നെങ്കിലും അവൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയേനെ മോളെ ഞാൻ. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അവളുടെ കണ്ണുകളിലെ നടക്കം ഒരു അവിശ്വസനീയ ഭാവത്തിലേക്ക് വഴുതി പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു. വടക്കാഞ്ചേരിക്കടുത്ത് ചേലക്കര എന്ന സ്ഥലത്തായിരുന്നു ശ്രീഹർഷന്റെ വീട്. അതോ കുറുമലയോ, ഇതിലേതോ ഒരു പേരാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ഞാനെന്താ നിന്നെ അവിടെ കൊണ്ടുവിടാത്തതെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ മോളെ? ശ്രീഹർഷനില്ലാത്ത ആ വീട്ടിൽ നീ ഒരിക്കലും സുരക്ഷിതയായിരിക്കില്ല മോളെ. ശ്രീഹർഷന്റെ അച്ഛനും മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പത്രത്തിലൂടെയോ മറ്റോ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബാക്കിയുള്ളത് ശ്രീകൃഷ്ണന്റെ 2 or 3 സഹോദരങ്ങളാണ്. അവർക്ക് മുമ്പിൽ അവകാശവും പറഞ്ഞുകൊണ്ട് നീ പോയി അപകാശിയാകാൻ പാടില്ല മോളെ. അതാ നിന്നെ അച്ഛൻ ദൂരേക്കൊന്നും വിടാതെ ചെറുതെങ്കിലും ഏതെങ്കിലും ജോലി ചെയ്ത് നീ ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത്. ഒരു കാര്യം കൂടി എനിക്കറിയാൻ ബാക്കിയുണ്ടച്ചാ. അതറിയാതെ ഞാനിവിടെ നിന്ന് പോയാൽ അതോർത്തെൻ്റെ മനസ്സുഴറിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്ത് ചിലപ്പോൾ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഏക വ്യക്തി അച്ഛനായിരിക്കും. ഒരു സ്ത്രീ ജന്മം നൽകാതെ ഞാൻ ഈ ഭൂമിയിൽ പിറവി കൊള്ളില്ലല്ലോ. ആരാച്ച എൻ്റെ അമ്മ? അച്ഛൻ അതറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അറിയാം. അയാളൊന്ന് നിർത്തിയിട്ട് തുടർന്നു. അത് പറയും മുമ്പ് നീ അച്ഛനൊരു വാക്ക് തരണം മോളെ. വാക്ക് തന്നാൽ മാത്രം പോരാ, ജീവനോടുള്ള കാലം നീ അച്ഛന് തരുന്ന ആ വാക്ക് ലംഘിക്കില്ലെന്ന് ഉറപ്പും തരണം. എന്നാൽ മാത്രമേ എനിക്കത് നിന്നോട് പറയാൻ പറ്റൂ. കാരണം നിന്റെ അമ്മ ആരെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ആ അവകാശവും പറഞ്ഞ് ഒരിക്കലും നീ ആ മുമ്പിൽ ചെല്ലാൻ പാടില്ല. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ ചെല്ലാൻ പാടില്ല അച്ഛാ. അതെവിടുത്തെ നിയമമാച്ചാ? നിയമമല്ല മോളെ. കാരണം നീ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് നിന്റെ അമ്മയ്ക്കറിയില്ല. അറിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് നിന്നെ മോളെ എന്ന് വിളിക്കാൻ കഴിഞ്ഞേക്കില്ല. കുടുംബം എന്ന ചങ്ങല കണ്ടുകൊണ്ട് ബന്ധിതയായി കഴിഞ്ഞു മോളെ നിന്റെ അമ്മ. നീ ചോദിച്ചില്ലേ മോളെ നിന്റെ അമ്മയുടെ മുമ്പിലേക്ക് നീ ചെല്ലാൻ പാടില്ലേ എന്ന്? ചെല്ലാം. നിനക്ക് കാണാം, തൊട്ടു മുമ്പിൽ നിന്ന് കാണാം. ഇതാണ് എൻ്റെ അമ്മയെന്ന് ആരും കേൾക്കാതെ മനസ്സിൽ കോടാനുകോടി തവണ പറയാം. പക്ഷേ നീ അവളെ അമ്മയെന്ന് വിളിക്കാനോ ഞാൻ അമ്മയുടെ മകളാണെന്ന് പറയാനോ പാടില്ല. കാരണം 20 വർഷങ്ങൾക്ക് ശേഷം നീ മകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ തൻ്റെ മക്കളുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും നീ എന്ന ചോദ്യചിഹ്നത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ കഴിയാതെ അവർ ചിലപ്പോൾ ജീവനൊടുക്കി കളഞ്ഞു തിരിയും. ഞാൻ മകളാണെന്ന് അവകാശപ്പെട്ട് ഒരിക്കൽ പോലും അവർക്ക് മുമ്പിലേക്ക് പോകില്ല അച്ഛാ. ഞാൻ അച്ഛന് വാക്ക് തരുന്നു, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അതിനയാൾ എന്തെങ്കിലും മറുപടി പറയും മുമ്പേ ഗേറ്റിന് വെളിയിൽ ഒരു വാഹനം വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. വിജയകൃഷ്ണനും നവമിയും ഒരേപോലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അത് സുമംഗലയുടെ കാറാണെന്ന് കണ്ടതോടെ വിജയകൃഷ്ണൻ കണ്ണുമയ്ക്കാതെ നോക്കി നിന്നു. സുമംഗല ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴിയായിരിക്കുമെന്ന് അയാൾ ഓർത്തു. അല്ലായിരുന്നെങ്കിൽ കാറിൽ പ്രവീണയെങ്കിലും കാണുമായിരുന്നു. ഗേറ്റ് കീപ്പർ അച്യുതൻ ഓടിയിറങ്ങിച്ചെന്ന് കാർ കയറ്റാനായി ഗേറ്റിൻ്റെ പാളികൾ ഇരുവശത്തേക്കും തുറന്നിടുന്നത് അവർ കണ്ടു. എന്നാൽ കാർ അകത്തേക്ക് കയറ്റാതെ സുമംഗല ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്ന് അച്യുതനോട് എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. സുമംഗല മടങ്ങി പോകാൻ വേണ്ടിയാണോ കാർ അകത്തേക്ക് കയറ്റാതിരുന്നത് എന്ന് അയാൾക്ക് സംശയമായി. നീ ചോദിച്ചില്ലേ മോളെ നിന്റെ അമ്മ ആരാണെന്ന്? ദൂരെ നിന്നാണെങ്കിലും അമ്മയെ കാണാനുള്ള അവകാശം നിനക്കില്ലേ എന്ന് നീ തിരക്കിയില്ലേ? കാണണ്ടേ നിനക്ക് നിന്റെ അമ്മയെ? അയാൾ ചോദിച്ചു. ഒരു ഞെട്ടലോടെ മുഖം തിരിച്ച് നവമി അയാളെ നോക്കി. വിജയകൃഷ്ണൻ വലത് കൈ ഉയർത്തി സുമംഗലയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. നിന്റെ അമ്മയാണ് ആ നിൽക്കുന്നത്. 10 മാസം നിന്നെ ചുമന്ന് പ്രസവിച്ച നിന്റെ അമ്മ. ആദ്യമായി സുമംഗലയെ നീയായിരുന്നു അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നത്. ആകാശം പിളർന്നു വന്ന ഒരു തീമിന്നൽ തൻ്റെ ശിരസിൽ അടിച്ചു ചിതറിയതുപോലെയാണ് ആദ്യം നവമിക്ക് തോന്നിയത്. തൻ്റെ കണ്ണുകൾക്ക് പുറത്തെ കാഴ്ചകൾ കുറച്ച് നിറങ്ങൾ മാത്രമായി പടർന്നു പോകുന്നു. അവൾ എവിടെയെങ്കിലും തനിക്കൊരു താങ്ങ് വേണമെന്ന് തോന്നിയിട്ട് കൈനീട്ടി അന്തരീക്ഷത്തിൽ പരതി. താൻ എന്തെങ്കിലും ഉറക്കെ വിളിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് നവമി പെട്ടെന്ന് ഇരു കൈകൊണ്ടും വായ പൊത്തിപ്പിടിച്ചു. സുമംഗല പകമുറ്റിയ മുഖത്തോടെ തങ്ങൾ നിൽക്കുന്ന റൂമിന് നേർക്ക് നോക്കിയ ശേഷം വീണ്ടും എന്തൊക്കെയോ അച്യുതനോട് സംസാരിക്കുന്നു. ഇടയ്ക്കിടെ അവൾ വീടിന് നേർക്ക് കൈ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ മകളാണെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഈ വീട്ടിലെത്തിച്ചത്. എന്നിട്ട് പോലും നിന്നെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത കൂടപ്പിറപ്പുകളാണ് നിനക്കുള്ളത്. ഒരുപക്ഷെ ഇനി മാറ്റി പറഞ്ഞ് നീ സുമംഗലയുടെ മകളാണെന്ന് തിരുത്തിക്കൊണ്ട് ചെന്നാൽ ഒരു തട്ടിപ്പുകാരി എന്ന് പോലും നീ മുദ്ര കുത്തപ്പെട്ടേക്കാം മോളെ. സുമംഗലയുടെ മനസ്സിൽ നീ എന്നൊരു മകളില്ലാത്തിടത്തോളം കാലം അവളുടെ 1ാം നമ്പർ ശത്രു നീയായിരിക്കും. അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്ന് നിന്നോട് പൊരുന്നതോ നിന്റെ സഹോദരങ്ങളും. ആ യുദ്ധത്തിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും വീണു പോകുന്നത് സുമംഗലയുടെ മക്കളായിരിക്കും എന്ന് കരുതി നീ പേടിക്കുകയൊന്നും വേണ്ട. സമയം പോലെ അച്ഛൻ തന്നെ എല്ലാം സുമയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. അവൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ തിരിച്ചറിയട്ടെ, അംഗീകരിക്കാൻ തയ്യാറാവുമെങ്കിൽ അംഗീകരിക്കട്ടെ. മോളതിന് അച്ഛന് കുറച്ച് സമയം തന്നാൽ മതി കേട്ടോ. അയാളെല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടെ അവളെ നോക്കി. പക്ഷേ നവമി കൈയെടുത്ത് അയാളെ തൊഴുതു. ഞാൻ പോയിക്കോളാം അച്ഛാ. എനിക്ക് വേണ്ടി ഇനി അച്ഛൻ ആരുടെ മുമ്പിലും തലകുനിക്കരുതേ അച്ഛാ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരെയും കാണണ്ട.
അവരെല്ലാം ജീവിച്ചോട്ടെ ഇവിടെ. എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയുമല്ലേ. ഞാൻ അവരാരെയും വെറുത്തിട്ടില്ലല്ലോ അച്ഛാ. ഞാൻ മൂലം അവരാരും തമ്മിൽ തല്ലാനിടയാവരുത്. അച്ഛൻ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നില്ലേ, അത് മതി എനിക്ക്. ഞാൻ ഒരവകാശവും ചോദിച്ചു വരില്ല. ആരിലും ഒരവകാശവും എനിക്ക് വേണ്ട. ഒരിക്കലും വേണ്ട. നവമി ഇരു കൈകൊണ്ടും മുഖം പൊത്തിയ ശേഷം നെഞ്ചുലയുന്നൊരു തേങ്ങലോടെ നിലത്തേക്കിരുന്നു. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത നൊമ്പരങ്ങളാൽ അവളുടെ ഉടൽ വെട്ടിവിറച്ചുകൊണ്ടേയിരുന്നു. എന്തു പറഞ്ഞാണ് ആ കൊച്ചു പെൺകുട്ടിയെ സാന്ത്വനിപ്പിക്കേണ്ടത് എന്നറിയാതെ വിജയകൃഷ്ണന്റെ മനസ്സ് മുഴറി.